അപ്പോൾ രേണു സുധിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു പുള്ളിക്കാരത്തിയെ പറ്റി. പക്ഷേ പിന്നീട് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത ആ ഒരു ടോപ്പിക്കിൽ നിന്ന്. കാരണം ഷീ ഈസ് എ വിക്ടിം ഓഫ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഒന്നിലേക്കും ഡ്രാഗ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ മര്യാദയാണ്. ഓക്കെ, നമ്മൾ വളർന്നിരുന്ന സാഹചര്യവും നമുക്കറിയാവുന്ന കുറച്ച് മര്യാദയാണ് അതൊക്കെ. അതുകൊണ്ട് നമ്മൾ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ ഒന്നിലേക്കും ഡ്രാഗ് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണമുണ്ട്. അത് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, ഒരു സിറ്റുവേഷൻ സംസാരിക്കാനായിട്ടാണ്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് രേണു സുധി ആൻഡ് കേരള യൂട്യൂബ് കമ്മ്യൂണിറ്റി. അങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല, എന്നാലും അവരോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പലർക്കും അറിയാവുന്ന പോലെ തന്നെ രേണു സുധി എന്ന് പറയുന്നത് ബിഗ് ബോസിലൂടെ സ്റ്റാർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ്. അതിന് മുമ്പ് അവർ സ്റ്റാർ ആകാൻ അല്ലെങ്കിൽ അവർ ഫേമസ് ആകാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല. പിന്നീട് ബിഗ് ബോസ് വന്നു, റീൽസ് വന്നു, ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നു, കോൺട്രവേഴ്സീസ് വന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് രേണു സുധി എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് മീഡിയ പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫെയിം, ഒബിയസ്ലി മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ മോണിറ്ററി ഗെയിൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ മാറ്റി വയ്ക്കാം. കറൻ്റ്ലി ഷീ ഈസ് എ വിക്ടിം ഓഫ് ക്യാൻസർ രോഗിയാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അവർ തന്നെ പറയുന്നുണ്ട് അതിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആയിക്കോട്ടെ, പല യൂട്യൂബേഴ്സും പുള്ളിക്കാരുടെ ടോപ്പിക്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. കാരണം നമുക്കൊരു മനുഷ്യത്വമുണ്ട് ഗൈസ്. നമ്മൾ ജനിച്ചു വളർന്നിരുന്ന സാഹചര്യം, നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കഷ്ടപ്പെടുന്ന ആൾക്കാരെ വീണ്ടും ഡ്രാഗ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. അവരുടെ പാസ്റ്റ് എന്തും ആയിക്കോട്ടെ, ആരെയും കൊല്ലാത്ത അല്ലെങ്കിൽ ഉപദ്രവിക്കാത്ത പക്ഷം എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണു സുധിയുടെ കണ്ടന്റ് ഞാൻ ചെയ്യേണ്ടെന്ന് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് പറയാൻ പോണത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ പറ്റിയാണ്. സോ രേണു സുധിക്ക് ക്യാൻസർ ആണെന്ന് പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഇതിൻ്റെ അത് വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിക്കാരത്തിയുടെ ക്യാൻസർ ഫേക്കാണ്, പുള്ളിക്കാരത്തി വീണ്ടും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും അങ്ങനെ ഒരിക്കലും ഒരാൾ ചെയ്തില്ല. ഒരാൾ അവരുടെ ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐ ബിലീവ് ദാറ്റ് അത് സീരിയസ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും മോണിറ്ററി ഗെയിൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ക്യാൻസർ ആണെന്ന് പറയുകയും പുള്ളിക്കാരത്തി മുടിയൊക്കെ റിമൂവ് ആയി, കീമോതെറാപ്പിയുടെ ഒരു ഭാഗമാണ് മുടി പോകുന്നത്. ഓക്കെ, സോ അതൊക്കെ ആക്ച്വലി ഉള്ള കാര്യമാണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും മേ ബി ഇതൊരു ആക്ട് ആണെന്നുണ്ടെങ്കിൽ രേണു സുധി യു ആർ ഗോയിങ് ടു ആൻസർ ഗോഡ്. നമ്മളെ ഒന്നും ആൻസർ ചെയ്യണ്ട, ഗോഡിനെ ആൻസർ ചെയ്യാം. പക്ഷേ 100% ഷുവർ ഗൈസ്, ഐ എം 100% ഷുവർ ദാറ്റ് അത് റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഷീ ഈസ് സഫറിങ് ഫ്രം ക്യാൻസർ ആൻഡ് ഫുൾ പവർ ടു രേണു സുധി. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അസുഖങ്ങൾ മാറി നിങ്ങൾ വീണ്ടും തിരിച്ച് ആക്റ്റീവായിട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പക്ഷേ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്കൊരു വിഷമം വന്നപ്പോഴത്തേക്കും കുറേ പേര് ചെന്നായ്ക്കളെ പോലെ കൂടി നിൽക്കുവാണ് ഇവിടെ. എനിക്കറിയാൻ വയ്യ, കാരണം ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ രേണു സുധിക്ക് അസുഖമുണ്ടോ അസുഖം ഇല്ലയോ, അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് കൂടുതലും. ഐ സ്റ്റിൽ കാൺട്ട് ബിലീവ് ദാറ്റ് പീപ്പിൾ ഹാവ് സ്റ്റൂപ്ഡ് ദാറ്റ് ലോ. ഓക്കെ, അത്രത്തോളം അതപ്പതിച്ചു പോയ ആൾക്കാർ ഒരാളുടെ ഹെൽത്ത് ഇഷ്യൂവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രം അതപ്പതിച്ചു പോയി. അപ്പോൾ ഉദാഹരണം ഒരു ഷഫീന ബീവി ഉണ്ട്, പിന്നെ ഈ ഇടയ്ക്ക് ബിഷപ്പ് നോബിൾ വന്നിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല, എന്നാലും അവരുടെയൊക്കെ അപ്രോച്ച് മീൻസ് നോക്ക്, ഒരു ആൾക്കൊരു അസുഖം വന്ന് അവരുടെ സിറ്റുവേഷൻ എത്ര വർഷമായി കഴിയുമ്പോഴത്തേക്കും എത്ര പേരാണ് വരുന്നത് ഒപ്പീനിയൻ പറയാനായിട്ട്. ഒരു ബിഷപ്പുണ്ട്, ഒരു യൂട്യൂബേഴ്സ് ഉണ്ട്, കുറേ മീഡിയ പേഴ്സണാലിറ്റീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതിൻ്റെ അകത്ത് രേണു സുധിയുടെ മകനായിട്ടുള്ള കിച്ചു സുധി അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള കിച്ചു സുധിയും വന്നിട്ടുണ്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അത് പിന്നെ ഒരു മദർ സൺ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു മദർലി ഫിഗറും ഒരു സണ്ണുമായിട്ടുള്ള ഒരാളുടെ ഒരു ഇഷ്യൂ ആണ്. അത് ഫാമിലി ഇഷ്യൂ ആണ്. അത് പബ്ലിക് ആക്കേണ്ട കാര്യം ഇവർക്കില്ലായിരുന്നു, അത് പബ്ലിക് ആക്കി. നാണം കെട്ട കാര്യമായിരുന്നു. രേണു സുധി എക്സ്ക്ലൂസീവ് കണ്ടന്റ് ചെയ്യുന്നതിനെ പറ്റി കിച്ചുവിൻ്റെ അഭിപ്രായമൊക്കെ പബ്ലിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. അത് ഫാമിലിക്കുള്ളിൽ നിൽക്കേണ്ട കാര്യമാണ്. അത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഈ മനുഷ്യരുടെ കാര്യമാണത്. അപ്പോൾ അവിടെ തന്നെയാണ് രേണു സുധി എത്ര അവോയ്ഡ് ചെയ്താലും വീണ്ടും വീണ്ടും നമുക്ക് അവരിലേക്ക് എത്തേണ്ട കാര്യം വരുന്നത് അങ്ങനെയാണ്. കാരണം ഇവർക്ക് വായ അടച്ചിരിക്കാൻ അറിയത്തില്ല. വളരെയധികം ഹെൽത്ത് വർഷമായിട്ടിരിക്കുന്ന സമയത്ത് മെഡിക്കൽ അറ്റൻഷൻ, റെസ്റ്റ്, ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, അതൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ട സമയത്ത് ഇവർ ഈ ഇല്ലാത്ത വള്ളിയെല്ലാം പിടിക്കാൻ പോവുകയും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒപ്പീനിയൻ പറയാൻ പോവുകയും എന്തിനാണ് സഹോദരി നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു അസുഖമുണ്ട്, അത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ്. ഒരിക്കലും അത് അത്ര ഡേഞ്ചർ ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എങ്കിലും അത് നമ്മൾ കെയർഫുള്ളായിട്ട് മൂവ് ചെയ്യേണ്ട സമയമാണിത്. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഓക്കെ, അത് നിങ്ങൾ അതിൽ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിക്കുകയും പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യേണ്ട സമയത്ത് ഈ റിയാക്ഷൻ അടിക്കാൻ പോവുക, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പിടയ്ക്കുക, സ്റ്റോറി ഇടുക, അത് നിങ്ങളുടെ കുഴപ്പം. അവിടെയാണ് രേണു സുധിക്ക് വീണ്ടും വീണ്ടും അടി പറ്റുന്നത്. അവിടെയാണ് പുള്ളിക്കാരത്തിക്ക് ഒരു പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല, പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു മീഡിയ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, പ്രോപ്പറായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് അവർക്ക് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം.
അപ്പോൾ അതിൻ്റെ അകത്ത് കിച്ചു സുധയുടെ കേസ് അത് ഫാമിലി ഇഷ്യൂ വിടുക. പിന്നെ ബിഷപ്പ് നോബിളുടെ കേസ് അത് ഒരുമാതിരി ഒരു വല്ലാത്ത കേസായിപ്പോയി, അതും വിടുക. പിന്നെ ഈ അവരുടെ ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റി കുറ്റം പറയാൻ വരുന്ന ആൾക്കാരുടെ കാര്യം അതും നമുക്ക് വിട്ടേക്കാം. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള സോഷ്യൽ മീഡിയ ഓഡിയൻസ്, ക്രിയേറ്റേഴ്സ് അല്ല ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരാളെ പന പോലെ ഉയർത്തും. ആ കാര്യത്തിൽ നമുക്ക് ഒരു മടിയില്ല. ഇപ്പം ആര് വന്നാലും ഉയർത്തിക്കൊണ്ട് പോകും, അവർക്ക് ഫെയിം ആക്കും, അവർക്ക് എല്ലാം നമ്മൾ നേടിക്കൊടുക്കും. പക്ഷേ ഒരു 2-3 ഇയേഴ്സ് അഗോ ഒക്കെ പന പോലെ കയറ്റിക്കൊണ്ട് പോകുന്നവരെ ഒരു 2-3 മന്ത്സ് കഴിയുമ്പോഴത്തേക്കും, ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും അടിച്ച് താഴേക്ക് ഇടും. എന്തേലും അവരുടെ വായിൽ നിന്നൊരു മിസ്റ്റേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നോ കോംപ്രമൈസ് ഒക്കെ ഒന്നുമില്ല, നേരെ അടിച്ച് താഴെ ഇടുന്ന കേസായിരുന്നു കേരള യൂട്യൂബിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഏത് സോഷ്യൽ മീഡിയ എടുത്താലും അവിടേക്ക് ഇതായിരുന്ന അവസ്ഥ. ഇപ്പോൾ ആ ട്രെൻഡ് മാറി. ഇപ്പോൾ ഒരാളെ തലയ്ക്ക് മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 2-3 ഡേയ്സ് അവരെ ഒഴിവാക്കുന്ന കേസാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ലെവിൻ പൗലോസ്, അതായത് ഈ അഭിലാഷ് പ്ലാവടികളുടെ കസിനനിയൻ. അപ്പോൾ ഈ അഭിലാഷ് അണ്ണനും ഈ ലെവിൻ ചക്കനും കൂടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ കനാൽ ബോയ്സ് കനാലിലിരുന്ന് വീഡിയോ ചെയ്യുമായിരുന്നു. അങ്ങനെ കനാലിൽ വീഡിയോ ചെയ്ത് അവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അവർ ഫേമസ് ആയി. അവസാനം എന്തോ പെട്ടെന്ന് നമ്മുടെ ഓഡിയൻസിനെ അവർ വെറുത്തു. കാരണം ഫേമസ് ആയി കഴിഞ്ഞാൽ അപ്പം അവർ ഒറ്റയ്ക്ക് കനാലിൽ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും വലിയ കാര്യമായിരുന്നു അവരെ. പക്ഷെ അവർക്ക് ഫെയിം കിട്ടി, അവർ ന്യൂസിൽ അറിയപ്പെടാൻ തുടങ്ങി, അവരുടെ വീഡിയോയ്ക്ക് അവർ കുറച്ച് സ്ക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഒബ്വിയസ്ലി വെൻ യു ബിക്കം ദാറ്റ് മച്ച് ബിഗ്, ദാറ്റ് മച്ച് ഫേമസ്, യു ഗോട്ടാ മേക്ക് ഗുഡ് കണ്ടന്റ്, യു ഗോട്ടാ മേക്ക് കണ്ടന്റ് ദാറ്റ്സ് ഗോണ സ്ട്രക്ക് ദ ഓഡിയൻസ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ദേ ഡിഡ് സം സ്ക്രിപ്റ്റ്. പെട്ടെന്ന് നമ്മുടെ ഓഡിയൻസിന് പെട്ടെന്ന് ഒരു വെറുത്തു, അവരടിച്ച് താഴെ ഇട്ടു. അതിൽ അനിയഞ്ചൊക്കെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു ചാനൽ, ഒരു പേജ് തുടങ്ങി, ലെവിൻ പൗലോസിൻ്റെ പേജ്. അതിൽ അവൻ ഈ മിനി മോട്ടർ കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിയാണ്, അവന് മിനി മോട്ടർ മേടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ആ മിനി മോട്ടർ മേടിച്ച് അവൻ ഇഷ്ടമുള്ള ഉണ്ടാക്കും വീഡിയോ ചെയ്യും. അത് കണ്ടിട്ട് കുറേ മലയാളി കുരുപൊട്ടുന്നു. അവൻ ഇവിടെ ജനിക്കേണ്ടതല്ല, ജപ്പാനിൽ ജനിക്കേണ്ടവനാണ്, അവനാണ് മറ്റേ ഏതാണ് ഐൻസ്റ്റൈൻ്റെ മകനാണ്, ഐൻസ്റ്റൈനാണ്, ന്യൂട്ടനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു സഹോദര, നമ്മളും കുട്ടിക്കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മിനി മോട്ടറും വെച്ച് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അവനുള്ള ഒരു 1-2 മിനി മോട്ടർ കൊണ്ട് അവൻ അത്രയും കണ്ടന്റ് ചെയ്തിട്ട്, അല്ല അത്രത്തോളം എന്താണ് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടും, ഓരോ കൺസെപ്റ്റ് ഡിസൈൻ ചെയ്തിട്ടും, അല്ലെങ്കിൽ അത് അത്രത്തോളം നോളജ് ഉള്ള, അല്ലെങ്കിൽ എത്രത്തോളം സ്കില്ലുള്ളവനാണ് അവൻ. അത് അവൻ്റെ കഴിവാണ്. അപ്പോൾ കഴിവില്ലാത്തവന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കുറ്റം പറയും. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അവനെ നല്ലപോലെ കണ്ടന്റ് ഇട്ട് വന്നു, അവനെ സപ്പോർട്ട് ചെയ്ത് കയറ്റിക്കൊണ്ട് വന്നു. വിത്തിൻ ഒരു 1 വീക്കിൽ ഓഡിയൻസിന് അഗ്രസ്റ്റ് ആയി. കാരണം ഓഡിയൻസിനകത്ത് ചുമ്മാ വെറുപ്പ്. അവൻ നല്ലപോലെ ഉയർന്നു കണ്ടപ്പോഴത്തേക്ക് അവനെ വെറുക്കണം എന്നൊരാഗ്രഹം. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സോ ഇന്ന് പറഞ്ഞ പോലെ ഈ ഏഴുസൂരുടെ കാര്യം ആയിക്കോട്ടെ, ലെവിൻ പൗലോസിൻ്റെ കാര്യം ആയിക്കോട്ടെ, ആരുടെ കാര്യം ആയിക്കോട്ടെ, ഫേമസ് ആകുന്ന സമയത്ത് എല്ലാവരും തലയ്ക്ക് മുകളിൽ കയറ്റാൻ കാണും. പക്ഷെ അവർ ഒരു പർട്ടിക്കുലർ ടൈം, ഒരു ഫോൾഡിങ് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ താഴെ അടിച്ചിടും. അത് എല്ലാ ക്രിയേറ്റേഴ്സും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ പോലും നാളെ ഒരു ഫേമസ് ക്രിയേറ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ ആരും ട്രസ്റ്റ് ചെയ്യാൻ പോകത്തില്ല. ബിക്കോസ് എനിക്കറിയാം എന്നെ കയറ്റിക്കൊണ്ട് പോയവർ തന്നെ എന്നെ താഴെ കുന്തിയിടുന്നുള്ള കാര്യം എനിക്കറിയാം. സോ അതിലെല്ലാവരും കൺസേൺ ആയിട്ടിരിക്കുക. അപ്പോൾ രേണുസുധിയുടെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. അവർ ബിഗ് ബോസിൽ കയറി കുറച്ച് ഫാൻസൊക്കെ വന്നു. പിന്നെ അവരുടെ കണ്ടന്റ് രീതികൾ നാവിന് ബെല്ലും ബ്രേക്കില്ലാതായി. പിന്നെ കുറേ ഹേറ്റേഴ്സ് വന്നു. അപ്പോൾ ഒരു അസുഖം വന്നു. അപ്പോൾ പിന്നെ ഹെയ്റ്റ് ചെയ്യുന്നവരൊക്കെ ഹെയ്റ്റ് നിർത്തി. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കണ്ടന്റൊക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് വേണ്ട പുള്ളിക്കാരത്തിയുടെ കോൺട്രവേഴ്സിക്ക് എൻഡില്ല. കോൺട്രവേഴ്സി അപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ദെൻ ഒബ്വിയസ്ലി ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ഇഷ്യൂ ആയിട്ട് മാറി. ബട്ട് സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരാളുടെ ഹെൽത്ത് ഇഷ്യൂവിൽ നമ്മളൊരിക്കലും അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കാൻ പാടില്ല. വാട്ട് എവർ ദേ ഡിഡ് ഇൻ ദ പാസ്റ്റ്, ഇഫ് ദാറ്റ് പേഴ്സൺ ഡസൻറ്റ് കിൽഡ് എനിവൺ ഓർ റൂയിൻഡ് സംബഡീസ് ലൈഫ്, ദാറ്റ് പേഴ്സൺ ഡിസേർവ്സ് എ സെക്കൻഡ് ചാൻസ്. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ട്രാപ്പായി മാറിയിരിക്കുകയാണ്. പണ്ട് അതൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഹോബിയായിരുന്നു, ഒരു ജോബായിരുന്നു. ഇന്ന് അതൊരു സൂയിസൈഡ് മിഷനാണ്. മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ, മര്യാദയ്ക്ക് ചെയ്താലും വിത്തിൻ 2-3 മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് പേര് കോൺട്രവേഴ്സി വരും, നിങ്ങൾ അടിച്ച് താഴെയിടും, പിന്നെയും കയറി വരിക, പിന്നെയും താഴെയിടും, പിന്നെയും കയറി വരിക, പിന്നെ താഴെയിടും. അത് തന്നെ. രേണുസുധിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യാനില്ല. പുള്ളിക്കാരത്തി ഈ പെട്ടിമടക്കി നിർത്തി പോകേണ്ട സമയമായി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സഹോദരി. നിങ്ങളുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് മെച്ചപ്പെടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടെ തന്നെ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ നിർത്തിയിട്ട് സ്വന്തം കാര്യം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റിയ പണിയൊന്നുമല്ല ഇത്. നിങ്ങളെക്കൊണ്ട് കൂട്ടിയെ കൂടുന്ന പരിപാടി ഇല്ല ഇത്, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒന്നും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇനി ഇമാതിരി കോൺട്രവേഴ്സി ആയിട്ട് വന്നേക്കരുത്. നിർത്തിക്കുക പരിപാടി. നിങ്ങളൊരു ഹെൽത്ത് ഇഷ്യൂവിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങളെ വെറുതെ വിടാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ചെയ്യുന്നത് പരിപാടി? പീസ്. ഡോണ്ട് സ്പ്രെഡ് ഹെയ്റ്റ്, സ്പ്രെഡ് പീസ്.